ഒരു ഹേർണിയ സർജറി ഏറ്റവും കോമൺ ആയിട്ട് സർജിക്കൽ സൈഡിൽ വരുന്ന ഒരു അസുഖമാണ് ഹേർണിയ എന്ന് പറയുന്നത്. അപ്പം അതിന് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഒ പിയിലൊക്കെ ഫോളോ അപ്പിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ഏറ്റവും കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വീണ്ടും പഴയ പോലെ എപ്പോഴും ആക്റ്റീവ് ആവാൻ പറ്റും. കാരണം മിക്കവരും ഇപ്പോൾ ഈവനിങ് ഒക്കെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവരായിരിക്കും. ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് എപ്പോൾ എടുക്കാൻ പറ്റും, വൈകിട്ട് പോയി ഒരു ഫുട്ബോൾ കളിക്കാൻ എപ്പോൾ പറ്റും എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കാനൊക്കെ പറ്റും എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഹേർണിയ സർജറി നമ്മളുടെ വയറിന്റെ ഒരു മസിലിന്റെ ഒരു ഡിഫക്റ്റ് കാരണം ചെയ്ത ഒരു സർജറിയാണ്. അപ്പോൾ അതൊരു മസിലിന്റെ സർജറിയാണ്, ജസ്റ്റ് ലൈക്ക് ഒരു ഓർത്തോപെഡിക് ഒരു ബോൺ സർജറി പോലെ തന്നെ ഒരു സർജറിയാണിത്. അപ്പം അതിൻ്റെ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം അതിൻ്റെ ഹീലിങ്ങിന് ടൈം കൊടുത്തിട്ടില്ല എങ്കിൽ ഹെർണിയ വീണ്ടും വരും. അപ്പോൾ ഏറ്റവും പ്രശ്നം അതാണ്. ഹെർണിയ എന്നുള്ള അസുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം, ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ അവിടുന്ന് ചെയ്തു എനിക്ക് വീണ്ടും വന്നു, ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെയ്താലും വരാം. പക്ഷെ ഇവിടുന്ന് ചെയ്താൽ ഇരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നമുക്ക് എപ്പോഴാണ് തിരിച്ച് ബാക്ക് ടു നോർമൽ ആവാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എന്തിനും ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു 90 ഡേയ്സ് വരെ നമുക്കൊരു മുറിവുണ്ടെങ്കിൽ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, അപ് ടു 90 ഡേയ്സ്. പക്ഷേ ഈ 90 ഡേയ്സ് വരെ ഇല്ല. അതിൻ്റെ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയുന്നത് 3 to 4 വീക്സാണ്. അപ്പോൾ ഫസ്റ്റ് 3 to 4 വീക്സിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസിൽ നിന്ന് മാക്സിമം മാറി നിന്നാൽ ഇത് നന്നായി ഹീൽ ആവേണ്ടതാണ്. എന്നാലും ചിലപ്പോൾ വരാം. അത് നമ്മുടെ ബോഡീൻ്റെ മസിൽ എന്നൊക്കെ പറയുന്ന ഒരുമാതിരി കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിനൊക്കെ അസുഖമുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ സ്മോക്കേഴ്സിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചുമയുള്ള ആൾക്കാരിൽ, ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്താലും റിസ്ക് ഉണ്ട് വീണ്ടും അസുഖം വരാൻ.